ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്നൊരു ചുരക്ക വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കൂടെ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ? അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മുടെ ചുരക്ക എടുത്തിട്ട് ഇതിൻ്റെ ആ തൊലിയൊക്കെ നന്നായിട്ടൊന്നങ്ങ് പീൽ ചെയ്ത് കളയാവേ. അപ്പോൾ തൊലിക്ക് അല്പം കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്ന് പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന് ആ അകത്തുള്ള ആ സംഭവം ആ കുരുവൊക്കെ നന്നായിട്ടൊന്ന് എടുത്ത് കളയണേ. അപ്പോൾ സാധാരണ പണ്ടൊക്കെ ഞാനുണ്ടല്ലോ ഈ ചൊരക്കൊക്കെ കിട്ടുമ്പോൾ എടുത്ത് കളയുമായിരുന്നു കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ റെസിപ്പിയൊന്നും അല്ല, ഞാനൊരു റീല് കണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് ചെയ്ത് നോക്കാമെന്ന് കരുതി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കണ്ടപ്പോഴേ കൊതിയായിട്ട് ഞാൻ ഉണ്ടാക്കുക കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇതാണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നുള്ള അഭിപ്രായം ഞാൻ അവസാനം പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടേ. ഇനി ഞാനൊരു ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ചുരക്കെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2-3 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇനി ഇതിലേക്ക് കഞ്ഞിവെള്ളമാണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 കപ്പോളം കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചോറിനകത്ത് ഉപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കിയിട്ടേ ചേർക്കാവൂ കേട്ടോ. ഞാൻ സാധാരണ ഉപ്പ് അങ്ങനെ ഇടാറില്ല ചോറിനകത്ത്, അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. കാരണം ഇതുപോലെ ഒരു 2-3 തിളയ്ക്കുമ്പോഴേക്കും ഇതങ്ങ് വെന്ത് കിട്ടും കേട്ടോ. ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. നിമിഷ നേരങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ ഇത്. അപ്പോഴേ താണ്ട നമ്മുടെ ചൊരക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ടോട്ടൽ ഒരു 5-6 മിനിറ്റ് എടുത്തിട്ടുണ്ട് വേവാനേ. അപ്പോൾ താണ്ട നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട് കേട്ടോ, ഒരു ചെറിയ താളിപ്പ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി താളിക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 10ഓളം കുഞ്ഞുള്ളി എടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഈ കുഞ്ഞുള്ളിയൊക്കെ നന്നായിട്ടൊന്നങ്ങ് വഴറ്റി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണേ. അത്യാവശ്യം ഒരു ബ്രൗൺ നിറത്തിലോട്ടൊക്കെ എത്തണേ. അതുവരെയും നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട നന്നായിട്ടൊന്നങ്ങ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകം വരെ ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന ചൊരയ്ക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു പൊട്ടിത്തെറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ആടെ ഇതൊഴിച്ചപ്പോൾ ഒരു പൊട്ടിത്തെറിയാണ്, ആരും പേടിക്കേണ്ട. ആടെ ഇതുപോലെ എല്ലാം ഒന്ന് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി ഒന്നങ്ങ് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. ഇത് മലപ്പുറംകാരുടെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ് കേട്ടോ. ഞാൻ അവരുണ്ടാക്കുന്ന കണ്ടിട്ട് കൊത്തി മൂത്തുണ്ടാക്കുകയാണ്. ഇതിൻ്റെ കൂടെ അവർ മെയിനായിട്ട് കഴിക്കുന്നത് നല്ല അടിപൊളി ഒരു മീൻ പൊരിച്ചതാണ് കേട്ടോ. അതും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു 2-3 തിളച്ചാൽ മതിയാവും കറി സെറ്റാവാൻ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ഞാൻ ഇപ്പോഴും നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് മീൻ പൊരിച്ചതും കൂടെ എടുക്കണ്ടേ, എങ്കിലല്ലേ അതങ്ങോട്ട് പൂർണ്ണമാവത്തുള്ളൂ. അപ്പോൾ ഈ കറി നമുക്ക് ഫ്ലെയിം ഓഫാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ അടുത്ത പണിയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ കറി പരീക്ഷിച്ച് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ദാണ്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മീനും കൂടെ പൊരിച്ചെടുക്കാം. അപ്പോൾ മസാല തേച്ച മീൻ അങ്ങോട്ട് ചൂടായ എണ്ണയിലോട്ട് ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അയലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനൊക്കെ എടുത്തോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ട് തന്നേക്കുന്നത്. അപ്പോൾ മീൻ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട മീനും ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒട്ടും വെയിറ്റ് ചെയ്യാൻ സമയമില്ല കേട്ടോ. ഇനി അടുത്ത നമ്മുടെ പ്രധാന പരിപാടിയിലേക്ക് കിടക്കാം. ചോറ് വിളമ്പിയിട്ടുണ്ട്, നമ്മുടെ കറി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറി അങ്ങോട്ട് ചോറിനകത്ത് നല്ലപോലെ അങ്ങോട്ട് തിളുമ്പി നിൽക്കുന്നതാണ് ഒഴിച്ചു കൊടുത്തിട്ട് മീൻ പൊരിച്ചതും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി ആ മീനിനകത്ത് ഒരു കഷ്ണം അങ്ങോട്ട് എടുത്തിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. പറയാനൊരു നിവർത്തിയില്ലാതെ പറയാം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കണോ, എന്നിട്ട് അഭിപ്രായം പറയൂ.